എടിക്കാട്ട് വീണ്ടും ഷിഗല്ല 8 വയസ്സുകാരി ചികിത്സയിൽ. ആരോഗ്യരംഗത്തെ നിസ്സംഗതയിൽ പ്രതിഷേധമിരമ്പുന്നു. ആറന്മുള ഗ്രാമപഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനുമെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതിന് ഒരു ന്യായീകരണവുമില്ല. ഇത് ജനങ്ങളുടെ ജീവൻ പന്താടുന്ന നടപടിയെന്നും ആക്ഷേപം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉന്നതിയാണ് എടിക്കാട്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലുതും. 35 ഏക്കറിലായി 400ഓളം വീടുകളിലായി 2000ഓളം ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണിത്. ഇവിടെയാണ് ഒരാഴ്ചക്കിടയിൽ 2 പേർക്ക് ഷിഗല്ല രോഗബാധ ഉണ്ടായത്. രണ്ടാമത് രോഗം ബാധിച്ച 8 വയസ്സുകാരിയുടെ സഹോദരിയും നിരീക്ഷണത്തിലാണ്. 10 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരുമെല്ലാം സഞ്ചിയും ചാക്കും ക്ലോറിനും ചട്ടിയും കുട്ടയുമൊക്കെയായി എത്തിയത്. മഴക്കാലം തുടങ്ങും മുമ്പ് ചെയ്യേണ്ട കടമ നിർവഹിക്കാത്തതാണ് ഈ രോഗത്തിന് കാരണമെന്നറിയുന്നു. ആറന്മുള പഞ്ചായത്തിൽ ആകെ 36 ഉന്നതികളും സങ്കേതങ്ങളുമാണുള്ളത്. 19 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്നു. എല്ലാ വർഷവും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ശുചീകരണത്തിനു വേണ്ടി പണം നീക്കിവെച്ച് ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുക പതിവാണ്. എന്നാൽ ഈ വർഷം 1 രൂപ പോലും പഞ്ചായത്ത് ഇതിനായി നീക്കിവെച്ചിട്ടില്ല. പുല്ലുവെട്ടാനെന്ന പേരിൽ 15,000 രൂപ വീതം വാർഡിന് അനുവദിക്കുക മാത്രമാണ് ചെയ്തത്. ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഇപ്പോൾ ക്ലോറിനേഷൻ നടന്നിട്ടുള്ളത്. എടിക്കാട്ടിൽ ഷിഗല്ല രോഗബാധയുണ്ടായത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പഴകിയ ഭക്ഷണം കഴിച്ചിട്ടാണെന്നാണ് കരുതുന്നത്. മലിനജലത്തിൽ രോഗവൈറസുകൾ പെരുകുന്നതും കാരണമാണ്. ഇവിടെ 8ഉം 10ഉം വയസ്സുള്ള ചെറിയ കുട്ടികൾക്കാണ് രോഗബാധ ഉണ്ടായത്. സമീപത്തെ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസുകൾ ഉടൻ നടത്തുകയും വേണം. എടിക്കാട്ടിന്റെ പരിസര വാർഡുകളിൽ പോലും ഇനിയും ശുചീകരണം ആരംഭിച്ചിട്ടില്ല. അധികൃതർ അമാന്തം കൂടാതെ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഓരോ മനുഷ്യജീവനുകളും വിലയുള്ളതാണെന്ന് തിരിച്ചറിയണമെന്നും മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.